ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡിലെ മുത്തശ്ശി ഓരോന്ന് പറഞ്ഞ് രാധികയുടെ മുഖം മറിച്ച് അച്ഛന്റെ കൂടെ മണ്ഡപത്തിലേക്ക് പറഞ്ഞയക്കണേ. ഒന്നുമില്ല, നടക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് യശോദയും പറഞ്ഞയക്കും. ശേഷം ഫ്രണ്ട്സിനോട് പറയും വിളിക്കവളെ. പ്രിയാണെങ്കിൽ അവിടെ എന്തോ ഫോട്ടോഷൂട്ടിനും പാട്ടിന്റെ എന്തോ കാര്യത്തിനൊക്കെ ആയിട്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാ കോള് വരുന്നത്. ബ്യൂട്ടീഷ്യൻ പറയും, ഇതാ മാഡം ഫോൺ. അങ്ങനെ പ്രിയ എടുക്കാൻ താല്പര്യമില്ലെങ്കിലും അങ്ങ് എടുക്കുക. ഹലോ എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി പറയും, വേഷം മാറി നിന്ന രാധികയെ കൂട്ടി അച്ഛനും അമ്മയും മണ്ഡപത്തിലേക്ക് പോയിരിക്കുക, ഇനിയും വരാറായില്ലേ നിനക്ക്? പ്രിയ പറയും, അതുവിന് മുത്തശ്ശി. അപ്പോഴേക്കും അവിടുന്ന് ഡയറക്ടർ വന്നിട്ട്, എന്താ പ്രിയ, താൻ ഇപ്പോഴും ഫോണിലാണോ? താൻ ഷോർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യേ, നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ആളാണ് താൻ. ആദ്യം ആ സോങ്ങിന്റെ ലിറിക്സ് പഠിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പോവും. ഇതൊക്കെ ഫോണിലൂടെ മുത്തശ്ശി കേൾക്കുന്നുണ്ട്. പ്രിയ പറയും, എനിക്കിപ്പോ വരാൻ പറ്റില്ല മുത്തശ്ശി, കല്യാണം നടക്കണം നിർബന്ധമാണെങ്കിൽ അയാൾ ചേച്ചിയെ തന്നെ കെട്ടിക്കോട്ടെ, ഇനി എന്നെ വിളിക്കണ്ട. ഇതൊക്കെ കേട്ട് മുത്തശ്ശി അങ്ങ് ഞെട്ടും. മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും പ്രിയ കോളം കട്ടയും. ഫ്രണ്ട്സ് വയ്ക്കും, എന്തായി മുത്തശ്ശി? മുത്തശ്ശി ഞെട്ടലോട് കൂടി പറയും, അവള് വരില്ല. കല്യാണം മുടങ്ങിയാല് ദൈവം ജീവിച്ചിരിക്കില്ല. രാധികയെ വരുൺ താലി കെട്ടാൻ പാടില്ല, വാ എന്ന് പറഞ്ഞ് അവരെ കൂട്ടി മണ്ഡപത്തിലേക്ക് പോവാണേ. മുത്തശ്ശി എന്താ ഉദ്ദേശിച്ചെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. ഇതേ സമയം രാധികേനെ ഇങ്ങനെ മുഖംമൂടി കൊണ്ടുവരുന്ന കാണുമ്പോ എല്ലാവരും പരസ്പരം നോക്കണേ. വരുണ്ട വീട്ടുകാരെ മുത്തശ്ശിയും അച്ഛനൊക്കെ സംസാരിക്കുന്നുണ്ട്. കൽപ്പനയ്ക്കും, എന്താ ഇത്, മണവാട്ടിയുടെ മുഖം മൂടിയാണോ കൊണ്ടുവരുന്നത്? ഇതൊക്കെ എവിടുത്തെ ആചാരാ എന്ന് ഉർവശിയും പറയും. അപ്പോ വരുണ്ട അച്ഛൻ പറയും, കൽപ്പനെ, പെൺകുട്ടിയുടെ വീട്ടുകാർ തീരുമാനിക്കുന്ന ആചാരം എന്താണോ അത് മാത്രമാണ് നടക്കേണ്ടത്. ഒരാളും ഒന്നിനും തർക്കിക്കണ്ട, കേട്ടല്ലോ? അപ്പോ പിന്നെ അവരൊന്നും പറയുന്നില്ല. അങ്ങനെ രാധികനെ അച്ഛനും അമ്മയും കൂടെ മണ്ഡപത്തിലേക്ക് കയറ്റുക. വരുണാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോഴേക്കും വലം വെക്കാൻ തുടങ്ങും. ഈ സമയം മുത്തശ്ശി ഓടി വരികയാണ്. അങ്ങനെ വലം വെച്ചതിന് ശേഷം അവിടെയുള്ള കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ രാധികയുടെ മുഖത്തെ തുണി മാറിപ്പോവാൻ നിൽക്കുക. അപ്പോഴേക്കും രാധിക അത് പിടിച്ച് താഴ്ത്തും. അങ്ങനെ രാധിക ഭഗവാന്റെ മുന്നിൽ ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. കൃഷ്ണ, അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, തെറ്റാണോ എന്ന് ചോദിക്കുമ്പോ, തെറ്റല്ല, ചേരേണ്ടത് നിങ്ങൾ തമ്മിലല്ലേ എന്നിങ്ങനെ കൃഷ്ണൻ രാധികയോട് പറയണേ. ഇത് രാധിക മാത്രമേ കേൾക്കുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോ രാധിക പേടിച്ചു പോവും. അങ്ങനെ വലം വെക്കൽ കഴിഞ്ഞ് രാധികയെ വരുണിന്റെ അടുത്ത് കൊണ്ടുപോവുക. എന്നിട്ട് വരുണിന്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഇരുത്തും. വരുണാണെങ്കിൽ നല്ല ഹാപ്പിയാ. ഇതേ സമയം മുത്തശ്ശിക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. സോന അവളെ വിളിച്ചോണ്ടിരിക്കും. ഇതേ സമയം പ്രിയ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശി, അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വന്ന് ഓരോന്ന് പിറുവിറുക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ തിരുമേനി പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേസമയം യശോദമ്മ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അമ്മേ, അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് പറഞ്ഞാലോ? മുത്തശ്ശി പറയും, വേണ്ട, പറയണ്ട, ഒന്നും പറയണ്ട, മിണ്ടാതിരിക്കുക. അമ്മയാണെങ്കിൽ ടെൻഷനിലാ നിൽക്കുന്നത്. ഇതേസമയം തിരുമേനി അവരുടെ കല്യാണ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കയ്യില് തീർത്തൊക്കെ കൊടുത്തതിനു ശേഷം തേങ്ങ കൊടുക്കാണ് ഉരുട്ടാനായിട്ട്. അതിനുശേഷം പ്രസാദവും പൂക്കളും ഒക്കെ കൊടുക്കും. ഇതേസമയം ഇത് കണ്ടിട്ട് മുത്തശ്ശിയെ പോലെ വേറൊരാൾക്കും സഹിക്കുന്നില്ല, ചന്ദ്രശേഖരനും ഫാമിലിക്കും. അങ്ങനെ ചന്ദ്രശേഖരൻ ഗൗതമത്തിനെ കൂട്ടി അവിടെ നിന്നും പോവാ. ഇതേസമയം പ്രിയ അവിടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു പാട്ടിന്റെ ഷൂട്ടാണ്. അതിലുള്ള സന്തോഷത്തിലും അങ്ങനെ ഡാൻസും ഷൂട്ടൊക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത്. ഇതേസമയം ഇവിടെ താലി കെട്ടാനുള്ള മുഹൂർത്തമായിട്ടുണ്ട്. തിരുമേനി എല്ലാവരുടെ കയ്യിലും പൂക്കളൊക്കെ കൊടുക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സോനയോടൊക്കെ പ്രിയാനെ വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ഇതേസമയം മുഖം മറിച്ചിരിക്കുന്ന രാധികയുടെ മുഖം കാണാനായിട്ട് വരുണ് അതൊക്കെ പൊന്തിക്കാൻ നോക്കുന്നുണ്ട്. എന്നാ രാധികയ്ക്ക് ആകെ പേടിച്ചിട്ടാണല്ലോ ഇരിക്കണേ, അതിനൊന്നും സമ്മതിക്കുന്നില്ല. എന്നാ വരുൺ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോ മുത്തശ്ശിയും വരുണിന്റെ അമ്മയൊക്കെ ഇങ്ങനെ വരുണിനെ കളിയാക്കുന്നുണ്ട്. ശേഷം തിരുമേനി താലിയൊക്കെ വരുണിനെ എടുത്തു കൊടുക്കണേ. രാധിക പേടിച്ചുകൊണ്ട് അമ്മേനെ പിടിക്കും. അമ്മ ഇങ്ങനെ എന്തോ ഒരു ധൈര്യത്തിൽ അവിടെ നിൽക്കണത്. മുത്തശ്ശിയെ നോക്കുമ്പോ മുത്തശ്ശി ഒന്നും പറയരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കെട്ടാം എന്ന് പറഞ്ഞിട്ട് വരുൺ രാധികയുടെ കഴുത്തില് താലി കെട്ടണേ. ഈ സമയം എല്ലാരും നല്ല സന്തോഷത്തില് പൂക്കളിടാം. മുത്തശ്ശിയാണെങ്കിൽ എന്തൊക്കെയോ പിറുവിറുത്ത് ശപിച്ചുകൊണ്ടാണ് പൂക്കൾ ഇങ്ങനെ ഇടല്ല, അതങ്ങ് എറിയ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാ കൽപ്പനയും ഉർവശിയൊക്കെ. ഇതേസമയം പ്രിയ ആണെങ്കില് അവിടെ ഷൂട്ടിന്റെ തിരക്കിലാണ്. റോഷ്നിയും കൽപ്പനയും ദേഷ്യത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവർക്കും ഇതിനോടൊന്നും താല്പര്യമില്ലല്ലോ. അങ്ങനെ ഈ സമയം നമ്മുടെ ബൈജു ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി ആയിട്ടും ഫോട്ടോസ് ആയിട്ടൊക്കെ. ശേഷം അവര് സ്റ്റേജിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക. ഇതേസമയം പാട്ടിന്റെ ഷൂട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ നല്ല ഹാപ്പിയാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണിന്റെയും മാലയിടൽ ചടങ്ങാണ്. രണ്ടുപേരുടെയും അച്ഛനമ്മമാര് പൂമാല എടുത്തു കൊടുക്കും. അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തില് പൂമാലയും അതിനുശേഷം ഒരു മുല്ലപ്പൂമാലയും ഇട്ടു കൊടുക്കാണ്. അതിനുശേഷം ആ പൂജാരി പറയും, ഈ പൂമാല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുക്കാൻ. അതായത് വരുണ് രാധികയുടെ കഴുത്തിലിട്ട് കൊടുത്ത ആ പൂമാല രാധിക വരുണിന്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും. ശേഷം വരുണിന്റെ കഴുത്തിൽ രാധിക ഇട്ട മാല തിരിച്ച് രാധികയ്ക്കും. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യും. പിന്നെ പുടവ കൊടുക്കും. ഇതൊന്നും തന്നെ കണ്ടിട്ട് മുത്തശ്ശിക്ക് സഹിക്കുന്നില്ല. മുത്തശ്ശി ഇങ്ങനെ പിറുവിറുത്തോണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. പിന്നീട് ദേവനാരായണൻ തിരുമേനി സ്റ്റേജിലേക്ക് കയറി മകളുടെ കൈ വരുണിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുക. അച്ഛൻ മകളുടെ കൈ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു ചടങ്ങ്. അതിനുശേഷം വരുൺ രാധികയുടെ കൈ
പിടിച്ചുകൊണ്ട് വലം വെക്കലാണ്. വലം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ശരിക്കും രാധിക എല്ലാ അർത്ഥത്തിലും വരുണിന്റെ ഭാര്യയായിരിക്കാണ്. പിന്നെ വരുണിന്റെ കൈ പിടിച്ച് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങും. അങ്ങനെയൊക്കെ അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവരെന്ന് പറയാൻ പറ്റില്ല, വരുണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിങ്ങിന്റെ സ്ഥലത്താണ്. അവിടെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ റൂമിലിരിക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രിയനെ കൂട്ടി അങ്ങോട്ട് വരികയാണേ. പ്രൊഡ്യൂസർ ചോദിക്കും, എങ്ങനെയുണ്ട് പ്രിയ, പൂജയും ഷൂട്ടിംഗ് ഒക്കെ? പ്രിയ പറയും, നല്ല ഹാപ്പിയാണ് ഞാൻ, ആദ്യത്തെ സിനിമയല്ലേ. അപ്പൊ ഡയറക്ടർ പറയും, പ്രിയയെ ഫിക്സ് ചെയ്തെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല, അതാ സാറിനെ കാണാൻ പറഞ്ഞത്. അങ്ങനെ പ്രൊഡ്യൂസർ ചോദിക്കും, പ്രിയങ്ക എത്രയാ പ്രതീക്ഷിക്കുന്നത്? പ്രിയ പറയും, അയ്യോ അങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. പ്രൊഡ്യൂസർ പറയും, എന്നാ പിന്നെ ഞാൻ പറയാം. ഈ സിനിമയിലെ പ്രിയങ്കയുടെ പ്രതിഫലം 25 ലക്ഷം രൂപയാ. ഇത്രയും വലിയൊരു എമൗണ്ട് കേൾക്കുമ്പോ പ്രിയ ഞെട്ടിപ്പോവാ. സാർ, പ്രൊഡ്യൂസർ വയ്ക്കും, എന്താ വിശ്വാസം വരുന്നില്ലേ? ഡയറക്ടർ പറയും, സാറ് പറയുന്ന കാര്യം മുഴുവനായിട്ട് കേൾക്ക്. പ്രൊഡ്യൂസർ പറയും, പ്രിയങ്ക, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും നിങ്ങൾ ഇതിലെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാ, ഡയറക്ടർ സാർ ഉൾപ്പെടെ. പ്രിയ പറയും, എനിക്ക് മനസ്സിലായില്ല സാർ. അതായത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരവരെ കൊണ്ട് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ പ്രൊഡക്ഷനിലേക്ക് തരുന്നു. പടം റിലീസ് ചെയ്യുമ്പോ ലാഭം കിട്ടുമ്പോ നിങ്ങൾ മുടക്കിയ മുതലും അതിന്റെ ഇൻട്രസ്റ്റ് കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പ്രതിഫലവും ഒന്നിച്ച് അങ്ങോട്ട് തരും. ഇത് കേൾക്കുമ്പോ പ്രിയ ഞെട്ടാണ്. ഡയറക്ടർ പറയും, താൻ പേടിക്കണ്ട, തനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഹീറോ ഈ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 25 ലക്ഷം രൂപയാ. കാരണം എന്താ, അയാൾക്കറിയാം ഈ സിനിമയിലൂടെ അയാൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നു. പിന്നെ ഹീറോ അത്ര മുടക്കിയതുകൊണ്ട് പ്രിയങ്ക അത്ര തന്നെ മുടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രിയങ്ക ഒരു 20 ലക്ഷം മുടക്കിയാൽ മതി. അത് കേൾക്കുന്ന പ്രിയങ്ക ഞെട്ടും, അയ്യോ സാർ, അങ്ങനെ എനിക്ക് പണം തരാനുള്ള മാർഗമൊന്നുമില്ല. ഇത് കേൾക്കുമ്പോ അവരുടെ മുഖം മാറണേ. അപ്പോ പ്രൊഡക്ഷൻ കൺട്രോളർ പറയും, സംഘടിപ്പിക്കണം, ആരുടെ കയ്യിലും പണം ഉണ്ടാവില്ല, ആവശ്യമുള്ള സമയത്ത് നമ്മൾ വാങ്ങിക്കല്ലേ ചെയ്യുന്നത്. പ്രിയങ്ക ഫാമിലി ആയിട്ട് സംസാരിക്കേ അല്ലേ സാർ? പ്രിയ പറയും, സാർ പണത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പ്രൊജക്ട് ഒഴിഞ്ഞു പോവാനേ പറ്റൂ, എന്നെ കൊണ്ട് ഇത് നടക്കില്ല സാർ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ഡയറക്ടറും പ്രൊഡ്യൂസറും പറയും, പ്രിയങ്ക അവിടെ ഇരിക്കേ. പ്രൊഡ്യൂസർ വയ്ക്കും, എന്താ ഡയറക്ടർ സാറേ, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഡയറക്ടർ പറയും, സാറ് തീരുമാനിക്കുന്ന പോലെ. നമ്മുടെ ക്യാരക്ടറിനെ പ്രിയങ്ക 100% യോജിക്കും. പ്രിയങ്ക ഈ സിനിമയിൽ വേണമെന്ന് തന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ഡയറക്ടർ അവിടുന്ന് പോവും. കൺട്രോളറും ജ്യൂസ് പറയട്ടെ സാർ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. പ്രിയങ്ക ഇങ്ങനെ ഒരു ഞെട്ടല് നോക്കി നിൽക്കുക. അവര് പോകുമ്പോ ഡോർ അടയ്ക്കുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് പേടിയാവും. പ്രൊഡ്യൂസർ ചിരിക്കും. എന്നിട്ട് പറയും, അപ്പൊ പ്രിയങ്ക മോൾക്ക് അഭിനയിക്കണം, പക്ഷെ മുടക്കാൻ പണമില്ല, എങ്കിൽ പിന്നെ മാർഗം ഞാൻ പറയാം എന്ന് പറയും. നിൽക്കുമ്പോ പ്രിയങ്ക ഞെട്ടുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഇപ്പോ വരുൺ രാധികയുടെ ഭാര്യയാണ്. താലികെട്ടും ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ. യശോദമ്മയുടെ കൂടെ ഇപ്പോഴും ഡ്രസ്സിംഗ് റൂമിലാണ്. അങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലുക. അമ്മേ, എന്താ അമ്മേ നമ്മളെല്ലാരും കൂടെ ചെയ്തിരിക്കുന്നത്? എന്തിനാ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിച്ചത്? ഇതിന്റെയൊക്കെ അവസാനം എന്താ? മോള് വിഷമിക്കാതിരിക്കേ. എന്തിന്റെ പേരിലാണെങ്കിലും നിന്റെ കഴുത്തിലൊരു താലി വീണിട്ടുണ്ടെങ്കിൽ അത് സത്യമാ. ഇനി എന്താ വേണ്ടെന്ന് അമ്മയ്ക്കറിയാം. മോള് ഭഗവാനോട് പ്രാർത്ഥിക്കേ. എന്തിനും ഉത്തരം ഇവിടുന്ന് തന്നെയാണല്ലോ. ഈ സമയം രാധിക പ്രാർത്ഥിക്കുക, ഭഗവാനെ, എത്രയോ നാളായി പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒരു വേദനയും ഉണ്ടാക്കില്ലേ, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് കൂടി എനിക്കിപ്പോ അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതേ സമയം മുത്തശ്ശി പ്രിയയുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് പ്രിയനെങ്ങനെ വിളിക്കാൻ ആവശ്യപ്പെടുകയാണ്. മുത്തശ്ശി, പ്രിയങ്ക് ഇതുവരെ ഫോൺ ഓൺ ആക്കിയിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി? മണവാട്ടി അവളാണെന്ന് തിരിച്ചറിയില്ലേ? മുത്തശ്ശി പറയും, ഏത് കാലക്കേടിനും ഒരവസാനം ഉണ്ടല്ലോ. അപ്പോഴേക്കും കൽപ്പനയും അതുപോലെ പത്മാവതിയും കൂടെ അങ്ങോട്ട് വരും. എന്താ പ്രിയങ്കമോള് പുടവ മാറി എടുത്തില്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കാ. ഇത് രാധികയും അകത്ത് നിൽക്കുന്ന അമ്മയും കേൾക്കുമ്പോ പേടിച്ചു പോവും. മുത്തശ്ശി പറയും, അത് പിന്നെ പുടവ മാറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കേൾക്കുന്ന കൽപ്പനയ്ക്ക് അങ്ങ് ദേഷ്യം വരും. കൽപ്പനയും പത്മാവതിയും കൂടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാ. അവരിപ്പോ വരുന്നു മനസ്സിലാക്കുമ്പോ യശോദമ്മ വേഗം രാധികയുടെ മുഖം മറയ്ക്കുക. മോള് വാ എന്ന് പറഞ്ഞിട്ട് രാധികനെ അവിടെ കൊണ്ടുപോയി ഒരുക്കുന്ന പോലെ നിൽക്കണേ. അങ്ങനെ ആ സമയത്തായിരിക്കും പത്മാവതിയും കൽപ്പനയും അങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പോഴും ഇങ്ങനെ മുഖം മറച്ച് നിൽക്കുന്ന കാണുമ്പോ അവര് ഞെട്ടണേ. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്